നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. MCQവിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 3 ക്ലാസ് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും. 1ാമത്തെ ചോദ്യം, നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഏക വൈകാരിക അവസ്ഥ ഏതാണെന്നാണ് കാതറിൻ ബ്രിഡ്ജസ് കണ്ടെത്തിയത്? ഓപ്ഷൻ എ ദേഷ്യം, ബി സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്, സി ഭയം, ഡി സന്തോഷം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇളക്കം, സന്ത്രാസം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, ശിശുക്കളിൽ അസൂയ അഥവാ ഈർഷ്യ വികസിപ്പിക്കുന്നത് ഏത് പ്രായത്തിലാണ്? ഓപ്ഷൻ എ 3 മാസത്തിൽ, ബി 6 മാസം, സി 12 മാസം, ഡി 18 മാസം. ഈർഷ്യ ജനിക്കുന്നത് 18ാം മാസം അല്ലെങ്കിൽ 1.5 വയസ്സാകുമ്പോഴാണ്. 3ാമത്തെ ചോദ്യം, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം 1995 പ്രസിദ്ധീകരിച്ചത് ആര്? ഓപ്ഷൻ എ പീറ്റർ സലോവ, ബി ഹവേർഡ് ഗാർഡ്നർ, സി ഡാനിയൽ ഗോൾഡ്മാൻ, ഡി ജോൺ മേയർ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡാനിയൽ ഗോൾഡ്മാൻ. 4ാമത്തെ ചോദ്യം, ഗോൾഡ്മാൻ്റെ അഭിപ്രായത്തിൽ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്വാവബോധം, ബി ആത്മനിയന്ത്രണം, സി അമൂർത്ത ചിന്തനം, ഡി അനുതാപം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അമൂർത്ത ചിന്തനം. 5ാമത്തെ ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ സിനാപ്സ്, ബി സ്കീമ, സി പക്വനം, ഡി മനോവ്യാപാരം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്കീമ. അടുത്ത ചോദ്യം, വസ്തുസ്ഥൈര്യം അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് ആർജിക്കുന്നത് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലഘട്ടം, ഓപ്ഷൻ ബി പ്രാക് മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ ഡി ഔപചാരിക ഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ദ്രിയ ചാലക ഘട്ടം. അടുത്ത ചോദ്യം, ഈഗോ കേന്ദ്രീകൃത ചിന്ത അല്ലെങ്കിൽ ഈഗോ സെൻട്രിസം കാണപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ 0 മുതൽ 2 വയസ്സ് വരെ, ബി 2 മുതൽ 7 വയസ്സ് വരെ, സി 7 മുതൽ 11 വയസ്സ് വരെ, ഡി 11 വയസ്സിന് ശേഷം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മുതൽ 7 വയസ്സ് വരെ. 8ാമത്തെ ചോദ്യം, വൈഗോട്സ്കിയുടെ സിദ്ധാന്തത്തിൽ ZPD എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സോൺ ഓഫ് പ്രാക്ടിക്കൽ ഡെവലപ്മെൻറ്റ്, ബി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സി 0 പോയിൻ്റ് ഡെവലപ്മെൻറ്റ്, ഡി സോൺ ഓഫ് പ്രൈമറി ഡെവലപ്മെൻറ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. 9ാമത്തെ ചോദ്യം, ബ്രൂണറുടെ സിദ്ധാന്ത പ്രകാരം മനോബിംബങ്ങളുടെ അല്ലെങ്കിൽ മെൻ്റൽ ഇമേജസ് ആർജിക്കുന്ന ഘട്ടം? എ പ്രവർത്തന ഘട്ടം, ബി ബിംബന ഘട്ടം, സി പ്രതീകാത്മക ഘട്ടം, ഡി ഔപചാരിക ഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബിംബന ഘട്ടം. 10ാമത്തെ ചോദ്യം, നിലവിലുള്ള സ്കീമകളിൽ മാറ്റം വരുത്തി പുതിയ അറിവിനെ ഉൾക്കൊള്ളുന്ന പ്രക്രിയ ഏതാണ്? എ സ്വാംശീകരണം, ബി സംസ്ഥാപനം, സി സന്തുലനം, ഡി സംയോജനം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സംസ്ഥാപനം. 11ാമത്തെ ചോദ്യം, അറിവ് നിർമ്മാണത്തിൽ മറ്റുള്ളവർ നൽകുന്ന സഹായത്തെ വൈഗോട്സ്കി വിളിക്കുന്ന പേര്? എ സ്കീമ, ബി സന്തുലനീകരണം, സി സ്കഫോൾഡിംഗ്, ഡി അനുപൂരണം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്കഫോൾഡിംഗ്. 12ാമത്തെ ചോദ്യം, സംവേദനത്തിലൂടെ അല്ലെങ്കിൽ സെൻസേഷൻ ലഭിക്കുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോൾ അത് എന്തായി മാറുന്നു? എ സന്ത്രാസം, ബി യുക്തിചിന്ത, സി പ്രത്യക്ഷണം, ഡി ആശയ രൂപീകരണം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പെർസെപ്ഷൻ. അടുത്ത ഗോൾഡ്മാൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായ പ്രാപ്തിയിൽ അല്ലെങ്കിൽ പേഴ്സണൽ കോമ്പിറ്റൻസ് ഉൾപ്പെടാത്തത് ഏത്? സോ അവബോധം, ബി ആത്മനിയന്ത്രണം, സി അനുതാപം, ഡി ആത്മചോദനം.
ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അനുതാപം അല്ലെങ്കിൽ എമ്പതി. 15ാമത്തെ ചോദ്യം, പിയാഷയുടെ സ്ഥിരത അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന ആശയം ആർജിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ബി പ്രാഗ് മനോവ്യാപാര ഘട്ടം, സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഡി ഔപചാരിക ഘട്ടം. സ്ഥിരത ആർജിക്കുന്നത് ഓപ്ഷൻ സി മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. 16ാമത്തെ ചോദ്യം, മോൺട്രിയൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടിയ ആദ്യ വനിത വികാസ മനഃശാസ്ത്രജ്ഞ ആര്? ഓപ്ഷൻ എ മേരി, ബി കാതറിൻ ബ്രിഡ്ജസ്, സി എലിസബത്ത് ഹർലോക്ക്, ഡി ആനി ഫ്രോയിഡ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാതറിൻ ബ്രിഡ്ജസ്. 17ാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിൽ ന്യൂറോണുകൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വിടവുകൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സ്കീമ, ബി സിനാപ്സുകൾ, സി ആക്സോൺ, ഡി ഡെൻഡ്രിറ്റുകൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സിനാപ്സുകൾ. 18ാമത്തെ ചോദ്യം, ബ്രൂണർ അവതരിപ്പിച്ച ആശയ രൂപീകരണ മാതൃക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കൺസെപ്റ്റ് ഫോർമേഷൻ മോഡൽ, സി കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, സി ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, ഡി സോഷ്യൽ ഇൻട്രാക്ഷൻ മോഡൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. 19ാമത്തെ ചോദ്യം, തിരിച്ചു ചിന്തിക്കുക അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന കഴിവ് ആർജിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലഘട്ടം, ബി പ്രാഗ് മനോവ്യാപാര ഘട്ടം, സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഡി ഔപചാരിക ഘട്ടം. ഓപ്ഷൻ സി മൂർത്ത മനോവ്യാപാര ഘട്ടമാണ് കറക്റ്റ് ആൻസർ. 20ാമത്തെ ചോദ്യം, എല്ലാ വസ്തുക്കളുടെയും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്ന അവസ്ഥ അല്ലെങ്കിൽ എനിമിസം കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ പ്രാഗ് മനോവ്യാപാര ഘട്ടം, ബി ഇന്ദ്രിയ ചാലഘട്ടം, സി മൂർത്ത മനോവ്യാപാര ഘട്ടം, ഡി ഔപചാരിക ഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം. 21ാമത്തെ ചോദ്യം, നവജാത ശിശുക്കളിൽ സന്ത്രാസം അല്ലെങ്കിൽ ഇളക്കം എക്സൈറ്റ്മെൻ്റ് ആണ് അസ്വസ്ഥമോ ഉല്ലാസമോ ആയി മാറുന്നത് എപ്പോൾ? ഓപ്ഷൻ എ 3 മാസം, ബി 6 മാസം, സി 9 മാസം, ഡി 1 വയസ്സ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 3 മാസമാവുമ്പോൾ. 22ാമത്തെ ചോദ്യം, വൈകാരിക വിക്ഷോഭത്തെ സമൂഹത്തിന് അംഗീകാരമുള്ള കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ മർദ്ദനം, ബി ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ, സി പ്രതിക്ഷേപം, ഡി പിൻവാങ്ങൽ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉദാത്തീകരണം. 23ാമത്തെ ചോദ്യം, പിയാഷയുടെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പരിപക്വനം, ബി പ്രവർത്തനങ്ങൾ, സി അമിത സംരക്ഷണം, ഡി സന്തുലനീകരണം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അമിത സംരക്ഷണം. 24ാമത്തെ ചോദ്യം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവ് ഏതാണ്? ഓപ്ഷൻ എ അനുതാപം അല്ലെങ്കിൽ എമ്പതി, ഓപ്ഷൻ ബി ദയ അല്ലെങ്കിൽ സിമ്പതി, സി സഹകരണം, ഡി സ്നേഹം. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, അനുതാപം അല്ലെങ്കിൽ എമ്പതി. 25ാമത്തെ ചോദ്യം, മൂർത്തമായി ചിന്തിക്കുന്നതിനും ശാസ്ത്രീയമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും കഴിയുന്ന ഘട്ടം? ഓപ്ഷൻ എ മൂർത്ത മനോവ്യാപാര ഘട്ടം, ബി ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഡി സി പ്രാഗ് മനോവ്യാപാര ഘട്ടം, ഡി ഇന്ദ്രിയ ചാലഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ. 26ാമത്തെ ചോദ്യം, ഭാഷ ഉപയോഗിച്ച് ആശയപ്രകാശനം നടത്തുന്ന ബ്രൂണറുടെ ഘട്ടം ഏതാണ്? ഓപ്ഷൻ എ പ്രവർത്തന ഘട്ടം, ബി ബിംബന ഘട്ടം, സി പ്രതീകാത്മക ഘട്ടം, ഡി അമൂർത്ത ഘട്ടം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രതീകാത്മക ഘട്ടം. അടുത്ത ചോദ്യം, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അർത്ഥപൂർണമല്ലാത്ത അനുഭവങ്ങളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ പ്രത്യക്ഷണം, ബി സംവേദനം, സി സ്മരണ, ഡി ചിന്ത. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സംവേദനം അല്ലെങ്കിൽ സെൻസേഷൻ. 28ാമത്തെ ചോദ്യം,
നിരവധി ഉദാഹരണങ്ങൾ വിശകലനം ചെയ്ത് പൊതുതത്വം രൂപീകരിക്കുന്ന ചിന്താ പദ്ധതി ഏത്? ഓപ്ഷൻ എ ആഗമന ചിന്ത, ബി നിഗമന ചിന്ത, സി യുക്തിചിന്ത, ഡി പ്രശ്നപരിഹരണം. ഉദാഹരണം നിന്ന് പൊതുതത്വത്തിലേക്ക് പോകുന്നത് ആഗമന രീതിയിൽ അല്ലെങ്കിൽ ആഗമന ചിന്തയിലാണ്, ഇൻഡക്റ്റീവ് മെത്തേഡ്. 29ാമത്തെ ചോദ്യം, ശാസ്ത്രീയമായി പ്രശ്നപരിഹരണത്തിൻ്റെ പ്രോബ്ലം സോൾവിംഗ് ആദ്യഘട്ടം ഏതാണ്? ഓപ്ഷൻ എ പ്രശ്നം നിർവചിക്കൽ, ബി പരികൽപ്പന രൂപീകരണം, സി പ്രശ്നം തിരിച്ചറിയൽ, ഡി വിവരശേഖരണം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രശ്നത്തെ തിരിച്ചറിയൽ. 30ാമത്തെ ചോദ്യം, പിയാഷെയുടെ സന്തുലനീകരണവുമായുള്ള അല്ലെങ്കിൽ ഇക്വിലിബ്രേഷൻ 2 മാർഗങ്ങൾ ഏതാണ്? സമായോജനവും പക്വനവും, ബി സ്വാംശീകരണവും സംസ്ഥാപനവും, സി ചിന്തയും ഭാഷയും, ഡി പ്രത്യക്ഷണവും സംവേദനവും. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാംശീകരണവും സംസ്ഥാപനവും. ഇത്രയാണ് ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഓക്കെ, താങ്ക് യു.